കർജറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ താമരത്തണ്ട് കൊണ്ട് ഒരു ചിപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല ക്രിസ്പിയായിട്ട് നമ്മൾ വാഴക്ക ചിപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഈ താമരത്തണ്ട് എടുത്തിട്ട് ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം. നന്നായി ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ ചിപ്സിന് അരിയുന്ന പോലെ സ്ലൈസ് ആക്കി എടുക്കണം. ഇതുപോലെ എല്ലാം അരിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എടുത്തതിന് ശേഷം ഒരു നല്ലൊരു തുണിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കണം. അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് പോയി കിട്ടും. ഇനി ഒരു ബൗളിൽ കോൺഫ്ലവറാണ് എടുക്കുന്നത്. കോൺഫ്ലവറിന് കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിനെ നന്നായിട്ട് ഇതിൽ രണ്ട് വശത്തും ഇത് നമ്മുടെ പൗഡർ പിടിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് എണ്ണ ചൂടാവാൻ വയ്ക്കുക. എണ്ണ ചൂടായിട്ട് ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ചിപ്സ് ആക്കിയെടുക്കുന്ന പോലെ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നല്ല രുചിയായിരിക്കും ഇത്. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ കുറച്ച് ചാറ്റ് മസാല എടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചാറ്റ് മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. ഇതിൽ വേറെ സാധനങ്ങളൊന്നും ഇടുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.